السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ദിവസം ഒരു ചെറിയ വീഡിയോ ഒരാൾ കാണിക്കുകയുണ്ടായി. ഒരു ആഫ്രിക്കൻ മൗലവി മുതിർന്ന ചില ആളുകളെ ഖുർആൻ പഠിപ്പിക്കുന്നു. ചെറിയ തെറ്റിൽ നിർദ്ദയം അടിച്ചുകൊണ്ട് വളരെയധികം അവരെ ഉപദ്രവിക്കുന്നു. തങ്ങളുടെ ഭാഷ അതല്ലായിരിക്കുകയും അതിൽ പിന്നെ പ്രായം അധികരിക്കുകയും അത് 17-18 വയസ്സ് പ്രായമാണെങ്കിൽ അതല്ലെങ്കിൽ അധികം കൂടുതലാണെങ്കിൽ പിന്നെ അവർ എങ്ങനെയാണ് കാരിയെപ്പോലെ എല്ലാ അക്ഷരങ്ങളുടെയും ശരിയായ ഉച്ചാരണം സാധ്യമാക്കുക? അങ്ങനെയല്ലെങ്കിൽ ഫലം ജനം ഖുർആൻ പാരായണത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നതാണ്. ഇത് കാരണത്താലാണ് അറബികളല്ലാത്ത മുസ്ലിങ്ങളിൽ അധിക പേരും ഖുർആൻ പാരായണം ചെയ്യാൻ പോലും അറിയാത്തവരായിട്ടുള്ളത്. അതിനാൽ ഖുർആൻ പാരായണം പഠിപ്പിക്കണമെങ്കിൽ ആവേശവും സ്നേഹവും ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം അവരെ പഠിപ്പിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു ജപ്പാൻ സ്വദേശക്കാരിയായ ഒരു മഹിള ഇവിടെയാണ് താമസിക്കുന്നത് കാണാൻ വന്നു. കുറച്ചു കാലം മുമ്പാണ് അവർ ബൈഅത്ത് ചെയ്തത്. അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 3 വർഷം കൊണ്ട് അവർ വിശുദ്ധ ഖുർആൻ പൂർത്തിയാക്കിയിരിക്കുന്നു, ഖത്തം തീർത്തിരിക്കുന്നു. അവർ കുറച്ച് ഭാഗം കേൾപ്പിക്കാനും ആഗ്രഹിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ശരി, കേൾപ്പിച്ചാലും. അവർ ആയത്തുൽ കുർസി ആഴത്തിലും ഭംഗിയിലും കേൾപ്പിച്ചു. അത് അത്ഭുതം ഉണ്ടാക്കി. യഥാർത്ഥ വസ്തുത ഇതാണ്: വിശുദ്ധ ഖുർആനോട് അതിൽ മുഴുകി പാരായണം ചെയ്യുന്ന തരത്തിലുള്ള സ്നേഹം ഉണ്ടായിത്തീരേണ്ടതാണ്. ഒരു നാട്യത്തിനായി കാരികളെ പോലെ തൊണ്ടയിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കുകയും ഇതല്ല ലക്ഷ്യമായിരിക്കേണ്ടത്. അല്ലാഹു തർത്തീലായി ഓതാനുള്ള കൽപ്പന നൽകിയിരിക്കുന്നു. നിർത്തി നിർത്തി കഴിവും വിധം ഉന്നതമായ ഉച്ചാരണ ശുദ്ധിയോടെ നിർവഹിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ നിർവഹിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ഒരു പക്ഷെ നാം പറയുകയാണ്, നാം അറബികളെ പോലെ പദങ്ങൾ ഉച്ചരിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ അത് പ്രയാസമേറിയ കാര്യമാണ്. ചില പദങ്ങളുടെ ശരിയായ ഉച്ചാരണം അറബികളല്ലാത്തവർക്ക് സാധ്യമാകുന്നതല്ല. അറബികളുമായി സഹവസിക്കുന്നവർക്ക് ഒരുപക്ഷെ അത് സാധിച്ചേക്കാം. ജപ്പാൻ സമൂഹം ചില പദങ്ങൾ
ഉച്ചരിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ഉദാഹരണമായി ഈ കേൾപ്പിച്ച വനിത ഹ ഓർ ഹയുടെ വ്യത്യാസം പ്രകടിപ്പിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഹ ഉച്ചരിക്കുമ്പോൾ ഹ എന്ന് മുൻനിർത്തി നിന്നിരുന്നു. അപ്രകാരമാണ് ഉച്ചരിച്ചിരുന്നത്. ഈ ജപ്പാൻ മഹിളയിൽ നിന്ന് ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവരിൽ മാത്രമല്ല വളരെയധികം ജപ്പാൻ സഹോദരങ്ങൾ ചില പദങ്ങൾ ഉച്ചരിക്കുന്നതിന് അവർക്ക് പ്രയാസകരമാണ്. എന്നാലും പ്രഥമമായ ലക്ഷ്യം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോടുള്ള സ്നേഹമാണ്. അതിനായി ശരിയായ രീതിയിൽ കഴിവിന്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. അതല്ലാതെ കാര്യമാവുകയല്ല വേണ്ടത്. പ്രദർശന ഉദ്ദേശത്തോടുകൂടി മത്സരങ്ങളിലും പങ്കെടുക്കുക അള്ളാഹുവിന്റെയും റസൂലിന്റെയും സ്നേഹ നിർഭരമായ ദൃഷ്ടി പതിച്ചത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അഷ്ഹദു എന്നതിന് പകരമുള്ള അസ്സദു പറയുന്ന രീതിയിലായിരുന്നു. അതിനെതിരായി ഒരു കാരിക്കും ഒരു അറബിക്കും മത്സരിക്കാൻ സാധിക്കുന്നതല്ല. അതിനാൽ ജമാഅത്തിൽ അമുസ്ലിം സമൂഹത്തിൽ നിന്നും ആളുകൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു, ഇസ്ലാമിൽ വിശ്വസിക്കുന്നു. മുസ്ലിങ്ങളിൽ അധിക പേരും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഖുർആൻ പാരായണം ചെയ്യാൻ അറിയാത്തവരാണ്. ആഫ്രിക്കയിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ മുബലിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. പുതിയ രീതിയിൽ മാത്രമല്ല ഖുർആൻ പഠിപ്പിക്കേണ്ടി വരുന്നത്, പ്രത്യുത തുടക്കം മുതൽ കായിദ പഠിപ്പിക്കേണ്ടതായി വരുന്നു. അവരെയും ഖുർആൻ പഠിപ്പിക്കേണ്ടതാണ്. അതിനാൽ ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താക്കന്മാർ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഒരാവേശം ജനിക്കുന്ന തരത്തിലായിരിക്കണം അവരെ പഠിപ്പിക്കേണ്ടത്. അല്ലാഹു ആ പാകിസ്ഥാനിയായ മഹിളയ്ക്കും പ്രതിഫലം നൽകുമാറാകട്ടെ. അവർ ഈ ജപ്പാൻ വനിതയ്ക്ക് ഖുർആൻ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അവരിൽ ഖുർആനോട് സ്നേഹമുണ്ടാക്കിയെന്നത് പ്രകടമായിരുന്നു. അതിനാൽ യഥാർത്ഥ വസ്തുത കാര്യയെപ്പോലെയുള്ള പാരായണമല്ല. ഈ വിധം പദം ഉച്ചരിച്ചില്ലെങ്കിൽ പിന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഉപേക്ഷിക്കണമെന്ന ചിന്ത ഒരിക്കലും ഉണ്ടാവരുത്. ഖുർആൻ പാരായണം നിർബന്ധമാണ്. അതിൽ ഭംഗിയുണ്ടാക്കാൻ ശ്രമിക്കേണ്ടതാണ്. എന്നാൽ ചില പദങ്ങൾ ഉച്ചരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രയാസകരമാണ്, അതുകൊണ്ട് ഖുർആൻ പാരായണം ഉപേക്ഷിക്കരുത്. മറിച്ച് ഓരോ അഹമ്മദിക്കും തിലാവത്തിലേക്ക് ദിവസവും ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞതുപോലെ എത്രമാത്രം ഭംഗിയാക്കി എളുപ്പത്തിൽ പദങ്ങൾ ഉച്ചരിക്കാൻ സാധിക്കുമോ അത്രമാത്രം പരിശ്രമം ഉണ്ടാവേണ്ടതും നിർബന്ധമാണ്. അതിലും മികവ് ഉണ്ടാക്കുന്നതിനായി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് പറയുന്നു, കാരിയെപ്പോലെ എല്ലാ പദങ്ങളും ഉച്ചരിക്കുന്നതിനുള്ള പരിശ്രമം ശരിയായതല്ല. കാരണം അതിനുള്ള ശക്തി അല്ലാഹു അറബികളല്ലാത്ത നമുക്ക് നൽകിയിട്ടില്ല. അദ്ദേഹം പറയുന്നു, എന്റെ പരേതയായ പത്നി ഉമ്മെ താഹിർ പറയാറുണ്ടായിരുന്നു, അവരുടെ പിതാവിന് ഖുർആൻ പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും വളരെ ഉത്സാഹമായിരുന്നു. അദ്ദേഹം ആൺകുട്ടികളെ പഠിപ്പിക്കുന്നതിനായി ഒരു ഉസ്താദിനെ നിയമിച്ചിരുന്നു, അതായത് തന്റെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനായി. അതുപോലെ പെൺകുട്ടികളെയും പഠിപ്പിക്കുന്നതിനുള്ള ചുമതല അയാൾക്ക് തന്നെയായിരുന്നു. ഉമ്മെ താഹിർ പറയുന്നു, ആ ഉസ്താദ് വളരെയധികം ഉപദ്രവിക്കുമായിരുന്നു. ഞങ്ങളുടെ വിരലുകളിൽ കമ്പുകളിട്ട്, അതായത് മരക്കൊമ്പുകൾ, പെൻസില് പോലുള്ള, ചില ഉസ്താദക്കന്മാർ പെൻസിലുകളാണ് ഇതിനായി ഉപയോഗിക്കാറുള്ളത്, കമ്പുകൾ വിരലിലിട്ട് അതിനെ അമർത്തുമായിരുന്നു. അടിക്കുകയും ഇടിക്കുകയും ചെയ്തിരുന്നു. കാരണം എന്തുകൊണ്ട് ഞങ്ങൾ ശരിയായ ഉച്ചാരണം ചെയ്യുന്നില്ല? ഞങ്ങൾ പഞ്ചാബികളായവരുടെ ശൈലി പ്രകാരം തന്നെയാണ്. അറബികളെ പോലെ അറബി പദങ്ങൾ ഉച്ചരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല.
ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു അറബിയുടെ ഒരു സംഭവം വിവരിച്ചു. കഴിഞ്ഞ ഖുതുബയിൽ അത് സംബന്ധമായി വിശദീകരിച്ചതാണ്. അയാൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാമിനെ കാണാനായി വന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം 2-3 പ്രാവശ്യം ലാദ് ഉച്ചരിച്ചപ്പോൾ പറയാൻ തുടങ്ങി, താങ്കൾ എങ്ങനെയാ മസീമോദാകാനാണ്? താങ്കൾക്ക് ലാദ് പോലും ഉച്ചരിക്കാൻ സാധിക്കുന്നില്ലല്ലോ. ഈ അറബി മണ്ടത്തരമാണ് കാണിച്ചത്. ഓരോ രാജ്യത്തിനും അവരുടേതായ ശൈലികളുണ്ട്. അറബികൾ സ്വയം പറയാറുള്ളത് ഞങ്ങൾ നാത്തിഖിൻ ബിൽ ലാദ് ആണ്. ഹിന്ദുസ്ഥാനികൾക്ക് ഇത് ഉച്ചരിക്കാൻ സാധിക്കുന്നതല്ല. അത് മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഹിന്ദുസ്ഥാനികൾക്ക് ഇതിനെ ലാദ് എന്ന് ഉച്ചരിക്കുന്നു, അല്ലെങ്കിൽ സാദ് എന്ന് ഉച്ചരിക്കുന്നു. എന്നാൽ ഇതിന്റെ മഖ്റജ്, ഉച്ചാരണ സ്ഥാനം മറ്റൊന്നാണ്. അപ്പോൾ അറബികൾ സ്വയം ഇപ്രകാരം പറയുമ്പോൾ ഞങ്ങൾ നാത്തിഖ് ബിൽ ലാദ് ആണ്, ആർക്കും തന്നെ അത് ശരിയായ നിലയിൽ ഉച്ചരിക്കാൻ സാധ്യമല്ല. പിന്നെ അതിനെ ആക്ഷേപിക്കാൻ എന്തവകാശമാണുള്ളത്? അതിനാൽ അറബികളായ അഹമ്മദികളും ഈ കാര്യം മുന്നിൽ വെക്കേണ്ടതാണ്. സാധാരണ നിലയിൽ അധിക പേരും ഇക്കാര്യം മനസ്സിലാക്കുന്നു. എന്നാൽ ചിലരുടെ പ്രകൃതത്തിൽ ചെറിയ മതിപ്പുണ്ടാകുന്നു. ഒരു പാകിസ്ഥാനി സ്ത്രീ ഒരു അറബിയുമായി വിവാഹം നടന്നു. അവരും തന്റെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നത് താനും ശരിയായാണ് ഉച്ചരിക്കുന്നതെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത് ശരിയായി ഇരിക്കുകയില്ല. അവരുടെ വ്യക്തിത്വത്തിൽ മാത്രം അത് പരിമിതമായിരുന്നുവെങ്കിൽ എനിക്ക് അതിനെ സംബന്ധിച്ച് പറയേണ്ടതായി വരുന്ന ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ചില സദസ്സുകളിലിരുന്ന് പരിഹാസരൂപത്തിൽ ഈ കാര്യം പറയുന്നു. ചില അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ പാകിസ്ഥാനികൾക്ക് അറിയില്ല, ഖുർആൻ വായിക്കാൻ അറിയില്ല, അറബിയുടെ ശരിയായ പദങ്ങൾ ഉച്ചരിക്കാൻ സാധിക്കുന്നില്ല. അറബികൾ കൂട്ടം കൂടി ഇവരെ പരിഹസിക്കുന്നു. അറബികൾ അധിക പേരും ഇപ്രകാരം കളിയാക്കുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ചിലപ്പോൾ അറബികളിൽ വിവാഹം നടന്നവരെ സംബന്ധിച്ച് കളിയാക്കുന്നുണ്ടാവാം. ഇസ്ലാം എല്ലാ സമൂഹത്തിന്റെയും ഹൃദയം കീഴടക്കി അവരെ ദൈവിക വചനങ്ങളെ സുപരിചിതമാക്കുക മാത്രമല്ല, പ്രത്യുത അത് വായിക്കുന്നതിനായി അവരുടെ ഹൃദയങ്ങളിൽ സ്നേഹവും സൃഷ്ടിക്കേണ്ടതാണ്. ഓരോരുത്തർക്കും അവരുടേതായ ശൈലികളുണ്ട്. അവർക്ക് വിശുദ്ധ ഖുർആനോടുള്ള സ്നേഹത്തെ മുൻനിർത്തി അവരുടെ കഴിവനുസരിച്ച് ഭംഗിയായി പാരായണം ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ചെയ്യേണ്ടതുമാണ്. തീർച്ചയായും തർത്തീലിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇതിനായി നവമുസ്ലിങ്ങളെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ ശരിയായ ഉച്ചാരണ ശക്തി നിർവഹിക്കാൻ സാധിക്കുന്നവർ സഹായിക്കുക തന്നെ ചെയ്യണം. എന്നാൽ പരിഹസിക്കാൻ അനുവാദം നൽകപ്പെടുന്നതല്ല. അതിനാൽ ശരിയായ ഉച്ചാരണം അറിയുന്നവർ മറ്റുള്ളവരുടെ കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. വ്യത്യസ്തരായ ജനസമൂഹവുമാണ്, വ്യത്യസ്തരായ ദേശമാണ്, അവർക്ക് അവരുടേതായ ശൈലികളാണുള്ളത്. എല്ലാവരിൽ നിന്നും അറബി പദങ്ങളുടെ ഉച്ചാരണം ശരിയായ നിലയിൽ നിർവഹിക്കാൻ സാധിച്ചു എന്ന് വരില്ല. എന്നാൽ ഞാൻ മുസ്ലിം മൗദ് റളിയല്ലാഹുവിനെ അവലംബമാക്കിക്കൊണ്ട് മറ്റു ചില സംഭവങ്ങളും വിവരിക്കുന്നതാണ്. അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നു, മുസ്ലിങ്ങളുടെ അവസ്ഥ എപ്രകാരമാണ്, അവരുടെ അവസ്ഥയെന്ന് വിവരിച്ചുകൊണ്ടൊരു പഴഞ്ചൊല്ല് വളരെ പ്രസിദ്ധമാണ്. ആ പഴഞ്ചൊല്ല് പറഞ്ഞുകൊണ്ട് ആ അവസ്ഥ വിവരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഒരു ചെല്ലുണ്ട്, അതിൽ ഒരു ഭീരുവായ വ്യക്തിയെ കുറിച്ച് പറയുന്നു. താൻ വളരെ വലിയ ധൈര്യശാലിയാണ് എന്നുള്ള ഭാവമുണ്ടായി. പച്ച കുത്തുന്നതിനായി അദ്ദേഹം ഒരാളുടെ അടുക്കൽ ചെന്നു. ടാറ്റു വരക്കുന്ന ആളുടെ. പഴമക്കാരിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ്, യോദ്ധാക്കളും ധീരന്മാരും കൈകളിൽ തങ്ങളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവം കാണിക്കുന്ന രൂപത്തെ പച്ചകുത്തുമായിരുന്നു. ഇവിടെ യൂറോപ്പിലും ഇതിന്റെ വലിയ സമ്പ്രദായമാണുള്ളത്. ഇയാളും പച്ചകുത്താനുള്ള ആളുടെ അടുക്കൽ ചെന്നു. പച്ചകുത്തുന്ന ആൾ ചോദിച്ചു, താങ്കൾ എന്താണ് പച്ചകുത്താൻ ആഗ്രഹിക്കുന്നത്? അയാൾ പറഞ്ഞു, ഞാൻ സിംഹത്തെയാണ് വരയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അയാൾ സിംഹത്തെ പച്ചകുത്താൻ തുടങ്ങി. അപ്പോൾ അതായത് ശരീരത്തിൽ രൂപം വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ സൂചി കുത്തിയാൽ വേദന ഉണ്ടാവുന്നതാണ്. അയാൾ ധൈര്യവാനായിരുന്നില്ല.
ഞാൻ ധീരനാണെന്ന ഭാവം മാത്രമാണ് ഉണ്ടായിരുന്നത്. അയാൾ ചോദിച്ചു, താൻ എന്താണ് ചെയ്യുന്നത്? പച്ചകുത്തുന്നയാൾ പറഞ്ഞു, സിംഹത്തെയാണ് പച്ചകുത്തുന്നത്. അയാൾ ചോദിച്ചു, സിംഹത്തിന്റെ ഏത് ഭാഗമാണ് വരയ്ക്കുന്നത്? അയാൾ പറഞ്ഞു, വാലാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, സിംഹത്തിന്റെ വാല് മുറിഞ്ഞുപോയാൽ അത് സിംഹമായിരിക്കില്ലേ? മറുപടി പറയുന്നയാൾ പറഞ്ഞു, അത് സിംഹം തന്നെ ആയിരിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞു, അത് വിട്, ബാക്കി വരയ്ക്കുക. പിന്നെ അയാൾ സൂചി കുത്താൻ തുടങ്ങി. അപ്പോൾ അയാൾ ചോദിച്ചു, എന്താണ് താൻ ചെയ്യുന്നത്? അയാൾ പറഞ്ഞു, ഞാൻ വലതു കൈ വരയ്ക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, സിംഹം കലഹിക്കുമ്പോഴോ വേട്ടയാടുമ്പോഴോ തന്റെ വലതു കൈ മുറിഞ്ഞുപോയാൽ പിന്നെ അത് സിംഹമായിരിക്കുകയില്ലേ? അയാൾ പറഞ്ഞു, ഇത് സിംഹം തന്നെയായിരിക്കും. അപ്പോൾ പറഞ്ഞു, എന്നാൽ ഇതും വരയ്ക്കുന്നത് ഉപേക്ഷിക്കുക. മറ്റു വല്ല ഭാഗവും പച്ചകുത്ത്. അങ്ങനെ ഇടത് കൈ വരയ്ക്കാൻ തുടങ്ങി. അതിനെ പിന്നെ അയാൾ തടഞ്ഞു. ഇതില്ലാതെ വന്നാൽ സിംഹത്തിന് മാറ്റം സംഭവിക്കുന്നതാണോ? പിന്നെ കാല് വച്ചുകെട്ടാൻ തുടങ്ങി. അപ്പോൾ അയാൾ ഇത് തന്നെ പറഞ്ഞു. അങ്ങനെ അവസാനം പച്ചകുത്തുന്നയാൾ ഇരുന്നു. പച്ചകുത്താൻ വേണ്ടി പോയ സ്വയം ധീരനായി കരുതിയിരുന്ന വ്യക്തി പറഞ്ഞു, എന്താണ് താൻ ജോലി ചെയ്യാത്തത്? പച്ചകുത്തുന്നയാൾ പറഞ്ഞു, ബാക്കി ഭാഗം ഇനി ഒന്നും തന്നെയില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? അതത് മുസ്ലിം റളിയല്ലാഹു പറയുന്നു, ഇതുപോലെയാണ് ഇന്ന് ഇസ്ലാമിനോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും മുസ്ലിം പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും ജോലി ഇതാണ്. മുദ്രാവാക്യങ്ങൾ ഉച്ചത്തിൽ മുഴക്കുന്നു, എന്നാൽ പ്രവൃത്തി ശൂന്യമാണ്. ഏതുപോലെ മറ്റുള്ളവരെ ഏതു കാര്യത്തെ സംബന്ധിച്ചാണ് ഉപദേശിക്കുന്നത്, അതിന് ഇസ്ലാമിക അധ്യാപനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ഇതുപേക്ഷിക്കുന്നു പറഞ്ഞുകൊണ്ട് തനിക്കായി എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് സംബന്ധമായി മറ്റൊരു ഉദാഹരണം അദ്ദേഹം നൽകിക്കൊണ്ട് പറയുന്നു, ഞങ്ങളുടെ മാതാമഹൻ മീർ നാസിർ നവാബ് സാഹിബ് പറയാറുണ്ടായിരുന്നു, ചെറുപ്പത്തിൽ എന്റെ സ്വഭാവം വളരെ കുസൃതി നിറഞ്ഞതായിരുന്നു. അദ്ദേഹം മീർ ദർദ് നവാബ് സാഹിബിന്റെ മകളുടെ പുത്രനായിരുന്നു. ഡൽഹിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ മാമ്പഴം ഉണ്ടാക്കാറുണ്ടായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, മാതാവും പിതാവും സഹോദരങ്ങളും മാമ്പഴകാലത്തിന്റെ പ്രഭാതവേളകളിൽ മാമ്പഴം കഴിക്കുന്ന സമയത്ത് ഞാൻ മധുരമുള്ള മാമ്പഴത്തെ പുളിയെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചിരുന്നു. ബാക്കിയുള്ളത് അവരോടൊപ്പം കഴിച്ചിരുന്നു. ആമ്പഴം കഴിക്കുന്നതിന് മുമ്പായി അവർ ആദ്യം ഒന്ന് രുചിച്ചു നോക്കിയിരുന്നു. രുചിച്ചു നോക്കുന്ന സന്ദർഭത്തിൽ തന്നെ പുളിപ്പെന്ന് പറഞ്ഞ് അത് മാറ്റിവെക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അത് മധുരമുള്ളതായിരുന്നു. മാമ്പഴം അവസാനിക്കുമ്പോൾ ഞാൻ പറയും, എന്റെ വയറ് നിറഞ്ഞില്ല, അതുകൊണ്ട് ഈ പുളിപ്പുള്ള മാമ്പഴം ഞാൻ കഴിക്കുകയാണ്. മുഴുവൻ മാമ്പഴവും അങ്ങനെ കഴിച്ചു തീർക്കും. ഒരിക്കൽ എന്റെ മൂത്ത സഹോദരൻ പിന്നീട് മീർ ദർദ് സ്ഥാനത്ത് അർഹനായി അദ്ദേഹം പറയുന്നു, ഇന്ന് എനിക്കും വിശപ്പ് മാറിയിട്ടില്ല, അതുകൊണ്ട് ഇന്ന് ഞാനും പുളിപ്പുള്ള മാമ്പഴം കഴിക്കുന്നതാണ്. പറഞ്ഞു, ഞാൻ കഴിവിന്റെ പരമാവധി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, എന്നാൽ സാധിച്ചില്ല. അവസാനം അദ്ദേഹം മാമ്പഴം കഴിച്ചു കൊണ്ട് പറഞ്ഞു, മാമ്പഴം നല്ല മധുരമുണ്ടല്ലോ, നീയല്ലേ പറഞ്ഞത് ഇത് പുളിപ്പാണെന്ന്? ഏതുപോലെ അദ്ദേഹം മാമ്പഴം കഴിക്കുമ്പോൾ മധുരമേറിയത് മാറ്റിവെക്കുന്നുവോ, ബാക്കിയുള്ള എല്ലാവരോടും കൂടി ചേർന്ന് കഴിക്കുന്നുവോ, പിന്നീട് എല്ലാം കഴിയുമ്പോൾ പുളിപ്പെന്ന് പറഞ്ഞവ കഴിക്കുന്നുവോ, ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു പറയുന്നു, ഈ അവസ്ഥയാണ് ഇന്നത്തെ മുസ്ലിങ്ങളുടേത്. ഇസ്ലാമിക അധ്യാപനം, ഇസ്ലാമിക ശരീഅത്ത് നടപ്പാക്കണമെന്നവർ പറയുന്നു. ഇവരുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് അറിവില്ലാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇസ്ലാമിക ശരീഅത്ത് നടപ്പാക്കണമെന്ന് പറയുന്നവർ തന്നെ വഞ്ചന കാണിക്കുന്നു, തങ്ങൾക്കായി പ്രത്യേകപ്പെടുത്തിവ മാറ്റിവെക്കുന്നു. ബാല്യത്തിലാണ് അദ്ദേഹം ഇപ്രകാരം പ്രവർത്തിച്ചത്. എന്നാൽ ഇന്ന് അറിവുണ്ടായിരുന്നിട്ടും തെറ്റായ കാര്യങ്ങൾ അവർ പ്രവർത്തിക്കുന്നു. ഹദ്റത്ത് മുസ്ലിം മൗദ് പറയുന്നു, ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത മറ്റുള്ളവർ പിന്നെ മാംസമോ എല്ല് കഷ്ണമോ പോലും ബാക്കിയാക്കിയില്ല. മുഴുവൻ കാര്യങ്ങളെയും അത് തെറ്റാണ് എങ്കിൽ തന്നെ അവർ ഭക്ഷിക്കുന്നതാണ്. അതിനാൽ ഈ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ തങ്ങൾക്കായി കാരണങ്ങൾ ഉണ്ടാക്കി തട്ടിപ്പ് കാണിച്ച് സമ്പാദിക്കുന്നു. അങ്ങനെ എല്ലാ ഭാഗത്തും കണ്ടുവരുന്നതായ പ്രവർത്തനങ്ങൾ പ്രകാരമാണ്. ഇസ്ലാമിന് ഇവർ നാശം സൃഷ്ടിക്കുകയാണ്. ഈ പണ്ഡിതന്മാർ കാരണത്താൽ ബാക്കിയുള്ളവരും ഇസ്ലാമിന്റെ പേരിൽ അതിക്രമം പ്രവർത്തിക്കുന്നു. ഈ പണ്ഡിതന്മാർ മുഖേന വിവിധ സംഘടനകൾ രൂപമുണ്ടാകുന്നു. അവർ അക്രമത്തിന്റെയും കലഹത്തിന്റെയും കച്ചവടം ആരംഭിച്ചിരിക്കുകയാണ്. അള്ളാഹു മുസ്ലിങ്ങളുടെ മേൽ കരുണ ചെയ്യുമാറാകട്ടെ.
എങ്ങനെ നമ്മുടെ അവസ്ഥയെ മെച്ചപ്പെടുത്തി വിശ്വാസത്തിൽ ഉന്നതി കൈവരിക്കാമെന്നും അള്ളാഹുവിനോട് ബന്ധം സ്ഥാപിക്കുവാനുള്ള കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടും ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു സ്ഥലത്ത് ജമാഅത്തിനെ ഉപദേശിക്കുകയാണ്, നിങ്ങൾ തഖ്വയും പരിശുദ്ധിയും ഉള്ളിൽ ജനിപ്പിച്ചാൽ, ദുആയുടെയും ദിക്ർ ഇലാഹിയുടെ ശീലം ഉണ്ടാക്കിയെടുത്താൽ, തഹജ്ജുദിലും സലാത്തിലും വേണ്ടി സംവിധാനമൊരുക്കിയാൽ അള്ളാഹു തീർച്ചയായും നിങ്ങൾക്കും ദിവ്യജ്ഞാനത്തിൽ നിന്നും ദിവ്യ ദർശനത്തിൽ നിന്നും വിഹിതം അവൻ നൽകുന്നതാണ്. തന്റെ ഇൽഹാമിലൂടെയും വചനത്തിലൂടെയും പ്രക്ഷോഭിതമാക്കുന്നതാണ്. ജീവസുറ്റ ദൃഷ്ടാന്തമെന്നത് മനുഷ്യന്റെ പ്രകൃതത്തിൽ നിന്ന് വെളിപ്പെടുക എന്നതാണ്. പറയപ്പെടുന്നത് ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദൃഷ്ടാന്തങ്ങളും വലുതാണ്, ഹദ്റത്ത് മൂസ അലൈഹിസ്സലാമിന്റെ ദൃഷ്ടാന്തങ്ങളും വലുതാണ്, ഹദ്റത്ത് ഈസാ അലൈഹിസ്സലാമിന്റെ ദൃഷ്ടാന്തവും വലുതാണ് എന്നതിൽ യാതൊരു സംശയമില്ല. എന്നാൽ ഏതുവരെ മനുഷ്യന്റെ സ്വന്തം വ്യക്തിത്വത്തിൽ ഇതിന്റെ സ്ഥാനം നിലനിൽക്കുന്നത്, അത് അവൻ സ്വയം തന്റെ ഉള്ളിൽ അത് അനുഭവിച്ചറിയുന്ന ദൃഷ്ടാന്തങ്ങളാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത്. ഇന്നും ഇത്തരത്തിലുള്ള ചോദ്യം ഉന്നയിക്കുന്നു. അതിനായി ദൃഷ്ടാന്തം ദൃശ്യമാക്കുന്നതിനും അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കേണ്ടത് നിർബന്ധമാണ്. ഈമാനിൽ വർധനവ്, തന്റെ വ്യക്തിത്വത്തിലെ അടയാളങ്ങൾ എന്നിവയെ മുൻനിർത്തി ഹദ്റത്ത് സാഹിബ് സാദ അബ്ദുൽ ലത്തീഫ് സാഹിബിന്റെ ഉദാഹരണം നൽകിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, സാഹിബ് സാദ അബ്ദുൽ ലത്തീഫ് സാഹിബിനെ നോക്കൂ. അദ്ദേഹം അഹമ്മദിയത്ത് സ്വീകരിച്ചപ്പോൾ കാദിയാനിൽ കുറച്ചുനാൾ താമസിച്ചതിനു ശേഷം കാബൂളിലേക്ക് തിരിച്ചുപോയപ്പോൾ അവിടെയുള്ള ഗവർണർ അദ്ദേഹത്തെ വിളിപ്പിച്ചു. തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ തൗബ എങ്ങനെ ചെയ്യാനാണ്? കാദിയാനിൽ നിന്ന് ഞാൻ തിരിച്ചപ്പോൾ ആ സമയത്ത് ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചു, എനിക്ക് വലിയ വിലങ്ങ് അണിയിക്കപ്പെടുന്നു. അള്ളാഹു ഈ മാർഗത്തിൽ നിനക്ക് വിലങ്ങ് അണിയേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഈ വിലങ്ങ് ഊരുന്നതിനായി ഞാൻ എങ്ങനെ പ്രവർത്തിക്കാനാണ്? ഈ വിലങ്ങ് എന്റെ കയ്യിൽ തന്നെ അണിയിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്റെ റബ്ബിന്റെ കാര്യം പൂർത്തിയാകുന്നതിനു വേണ്ടി ഈ വിലങ്ങ് എന്റെ കയ്യിൽ തന്നെ അണിയിക്കപ്പെടണം. അദ്ദേഹത്തിന് വിശ്വാസവും ദൃഢതയും കൈവന്നത് കാരണം അദ്ദേഹം സ്വയം സ്വപ്നം കണ്ടിരുന്നു. അതുപോലെ എത്ര തന്നെ നിസാരമായ അറിവുള്ള വ്യക്തിയാണെങ്കിലും അവർ ഒരുപക്ഷെ സ്വപ്നം കാണുകയാണെങ്കിൽ ഭീരുത്വം കാരണം അത് മറച്ചു പിടിക്കുകയാണെങ്കിൽ അത് മറ്റൊരു കാര്യമാണ്. എന്നാൽ തെറ്റായ സ്വപ്നത്തിൽ പോലും ഇത്തരത്തിലുള്ളൊരു വിശ്വാസം മനുഷ്യനുണ്ടാകുന്നു. അതിനാൽ മനുഷ്യന്റെ വിശ്വാസം ഉറച്ചതാണെങ്കിൽ, അള്ളാഹുവുമായി ബന്ധമുണ്ടെങ്കിൽ പിന്നെ മനുഷ്യൻ ഭൗതിക ലോകരെ ഭയപ്പെടുന്നതല്ല. അതിനായി മറ്റൊരു ഉദാഹരണം നൽകിക്കൊണ്ട് മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഹദ്റത്ത് സൂഫി അഹമ്മദ് ജാൻ സാഹിബ് ലുധിയാനവി വളരെ ഉന്നതനായ യോഗ്യവരനായിരുന്നു. തന്റെ കാലഘട്ടത്തിലെ സ്വാത്യ ഗണത്തിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു. ഒരു ദിവസം ജമ്മു മഹാരാജാവ് ജമ്മുവിൽ വന്ന് എനിക്കായി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ക്ഷണിച്ചു. എന്നാൽ അദ്ദേഹം അത് നിരാകരിച്ചു. പറഞ്ഞു, ദുആ ചെയ്യണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ അടുക്കൽ വരിക, ഞാൻ എന്തിനാണ് താങ്കളുടെ അടുക്കൽ വരണം? ഇനി എത്ര തന്നെ ശക്തനായ വ്യക്തിയാണെങ്കിലും ശരി, അള്ളാഹുവുമായി ബന്ധമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ആരെയും ഭയക്കുന്നതല്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിനോട് ജനത്തിനുണ്ടായിരുന്ന ഭക്തിയെ സംബന്ധിച്ചും ആ മഹാത്മാവിന്റെ വാദത്തിന് ശേഷം എന്തവസ്ഥയാണ് ഉണ്ടായത് ഇതിനെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, നോക്കുക, ബറാഹിനെ അഹമ്മദിയായുടെ പ്രശസ്തിയെ മുൻനിർത്തി നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്, ലക്ഷക്കണക്കിന് ആളുകളും അദ്ദേഹത്തോട് ഭക്തിയുള്ളവരായിരുന്നു. ഒരാളുടെ സാക്ഷ്യവും ഇത് സംബന്ധിച്ചുണ്ട്. വാദത്തിന് മുമ്പായി അദ്ദേഹം വഫാത്തായി. അതായത് ഹദ്റത്ത് സൂഫി അഹമ്മദ് ജാൻ സാഹിബ് അദ്ദേഹത്തെ സംബന്ധിച്ച് മുമ്പ് പറഞ്ഞിരുന്നു, ദുആ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ അടുക്കൽ വരിക എന്ന് മറുപടി പറഞ്ഞിരുന്നു. സൂഫി അഹമ്മദ് ജാൻ സാഹിബ് ലുധിയാനവി വാദത്തിന് മുമ്പ് തന്നെ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊണ്ട് എഴുതുന്നു. പല പ്രാവശ്യവും നാം ഇത് കേൾപ്പിച്ചു കഴിഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ വരികളാണ്, എല്ലാ രോഗികളുടെയും പ്രതീക്ഷ താങ്കളിലാണ്, അള്ളാഹുവിനായി താങ്കൾ മസീഹ് ആയാലും. ഒരു വലിയുള്ളായുടെ ഉൾക്കാഴ്ചയായിരുന്നു. സൂഫി അഹമ്മദ് ജാൻ സാഹിബ് ഒരു വലിയുള്ളായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ വിദൂര ദർശനമായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം തന്നെയാണ്
വാദം ഇല്ലെങ്കിൽ തന്നെയും മസീഹ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. വിദൂര ദർശനം ഇല്ലാത്ത വ്യക്തിയെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. എന്നാൽ അവരും മനസ്സിലാക്കിയിരിക്കുന്നത് ഇസ്ലാമിന്റെ മോക്ഷം ആ മഹാത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ്. കാരണം അദ്ദേഹത്തിന് നൽകപ്പെട്ട ആയുധം, ഇസ്ലാമിന്റെ വിജയം കരസ്ഥമാക്കാൻ ഉതകുന്ന ആ ആയുധം, അതുവഴി ശത്രുക്കൾ നാമാവശേഷമായി തീരുന്നതാണ്. മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പിനായി നിർണയിക്കപ്പെട്ട ജീവപാനീയമായിരുന്നു. എന്നാൽ ഇത് കണ്ട് വലിയ വലിയ ആളുകൾ അദ്ദേഹത്തെ വിട്ടൊഴിഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, കൈകൾ ഞങ്ങൾ ആരെയാണോ സ്വർണമായി കരുതിയിരുന്നത്, ഖേദകരം അത് പിച്ചളയായിരിക്കുന്നു. ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒറ്റടിക്ക് ദുർധാരണയിലാക്കപ്പെട്ടു. ബയ്യത്തിനെ സംബന്ധിച്ച് വിളംബരം ചെയ്തപ്പോൾ ആ ദിവസം 40 പേര് മാത്രമായിരുന്നു ബയ്യത്ത് ചെയ്തത്. ലക്ഷക്കണക്കിന് ആളുകൾ ആത്മാർത്ഥത കാണിച്ചിരുന്നു. പഴയ ആളുകൾ കേൾപ്പിക്കാറുണ്ട്, ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, പഴമക്കാർ കേൾപ്പിക്കാറുണ്ട്, വലിയ വലിയ പണ്ഡിതന്മാർ പറയാറുണ്ടായിരുന്നു, ഇസ്ലാമിന്റെ സേവനം ഈ വ്യക്തിയിലൂടെയാണ് ഉണ്ടാവുക. സ്വയം ആളുകളെ അദ്ദേഹത്തിന്റെ സമക്ഷത്തിലേക്ക് അയക്കാറുണ്ടായിരുന്നു. ഏതുവരെ മൗലവി സനാഉല്ലാ സാഹിബ് എഴുതിയിരിക്കുന്നു, ബറാഹിൻ പ്രസിദ്ധീകരിച്ചപ്പോൾ ഞാൻ മിർസ സാഹിബിനെ കാണുന്നതിനായി കാൽനടയായിക്കൊണ്ട് കാദിയാനിലേക്ക് പുറപ്പെട്ടു. മൗലവി മുഹമ്മദ് ഹുസൈൻ സാഹിബ് ബട്ടാലവി പിന്നീട് തന്റെ മുഴുവൻ ആയുസ്സും എതിർപ്പിൽ കഴിച്ചുകൂട്ടി. അദ്ദേഹം എഴുതിയിരുന്നു, 1300 വർഷത്തിനുള്ളിൽ ആരും തന്നെ ഇസ്ലാമിനായി ഈ വ്യക്തി ചെയ്തതുപോലുള്ള സേവനം ചെയ്തിട്ടില്ല. ഇന്നും വിവിധ ടിവി ചാനലുകൾ, നാമധാരിക ടിവി ചാനലുകൾ എന്ന് വേണമെങ്കിൽ പറയാം, വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ആ സമയത്ത് ആവശ്യമായിരുന്നു, അതിനാൽ സേവനം കാഴ്ചവെച്ചു. പിന്നീട് നഹദുബില്ല വഴിതെറ്റി. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ജനത്തിന്റെ ഹൃദയത്തിന് അന്ധത ബാധിച്ചിരിക്കുന്നു. ആരെയാണ് അള്ളാഹു പൊന്നാക്കിയത്, അദ്ദേഹത്തെ ഇവർ പിച്ചളയാണെന്ന് കരുതിയിരിക്കുന്നു. അള്ളാഹുവിന്റെ കർമ്മപരമായ സാക്ഷ്യത്തിലേക്ക് നോക്കുന്നതിന് പകരം അവർ തങ്ങളുടെ വികാരങ്ങളുടെ അന്ധതയിൽ മുങ്ങിത്താഴുകയാണ്. അറിവ് കുറഞ്ഞവരായ മുസ്ലിങ്ങളെയും ഇവർ വഴിതെറ്റിക്കുന്നു. അള്ളാഹു ഇവർക്ക് ബുദ്ധി നൽകുമാറാകട്ടെ. ഒരിക്കൽ ദാറുൽ ബൈഅത്തിനെ സംബന്ധിച്ച് ഷൂറയിലൊരിക്കൽ സംസാരമുണ്ടായി. 1931 ഷൂറയിലാണ് സംഭവം. ഹദ്റത്ത് മുസ്ലിം മൗഊദ് പ്രതിനിധികളോടായി പറഞ്ഞു, എന്റെ വീക്ഷണത്തിൽ ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. അതായത് ദാറുൽ ബൈഅത്തുൽ ഉദ്യാനയെ സംബന്ധിക്കുന്ന ഈ കാര്യം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം വളരെ പ്രത്യേകമായ നിലയിൽ ഇത് സംബന്ധമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രത്യുത ലുധിയാനയെ ദജ്ജാലിന്റെ വധത്തിന്റെ സ്ഥലമായ ബാബെ ലുദ്ദായി വിവരിച്ചിരിക്കുന്നു. അതായത് അവിടെ ശത്രുക്കളുടെ അവസാനവും ദജ്ജാലിന്റെ അന്ത്യവും സംഭവിക്കുന്നതാണ്. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ബയ്യത്ത് വാങ്ങുന്നതിനായി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം പുറപ്പെട്ടു പോയത്. ഈ സ്ഥലത്തെക്കുറിച്ച് ജമാഅത്തിന് പ്രത്യേകമായ വികാരമുണ്ടായിരിക്കേണ്ടതാണ്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് ഔദ് റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് ബയ്യത്ത് ചെയ്യാൻ അപേക്ഷിച്ചപ്പോൾ ഇവിടെയല്ല ബയ്യത്ത് സ്വീകരിക്കുന്നത്. ഖാദിയാനിൽ വെച്ച് ബയ്യത്ത് വാങ്ങിയില്ല, പിന്നീട് ലുധിയാനയിൽ വെച്ച് ബയ്യത്ത് വാങ്ങി. അവിടെയുള്ള പരേതനായ പീർ അഹമ്മദ് ജാൻ സാഹിബ് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാമിന്റെ വാദത്തിന് മുമ്പ് തന്നെ വഫാത്തായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ളവർക്ക് വാദത്തിന് മുമ്പ് തന്നെ ആ മഹാത്മാവിൽ വിശ്വാസമർപ്പിക്കാൻ തൗഫീക്ക് ലഭിച്ചിരുന്നു. അദ്ദേഹം തന്റെ വഫാത്തിന് മുമ്പ് തന്റെ എല്ലാ കുടുംബാംഗങ്ങളെയും വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, മിർസാ സാഹിബ് മസീഹാണെന്ന് വാദിക്കുന്ന പക്ഷം നിങ്ങൾ എല്ലാവരും വിശ്വസിക്കണം. അങ്ങനെ ഈ എല്ലാ കുടുംബാംഗങ്ങളും പിന്നീട് വിശ്വസിച്ചു. പീർ മൻസൂർ മുഹമ്മദ് സാഹിബ്, പീർ ഇഫ്തിഖാർ അഹമ്മദ് സാഹിബ് അദ്ദേഹത്തിന്റെ മക്കളായിരുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് ഔദ് റളിയല്ലാഹുവിന്റെ പത്നി അദ്ദേഹത്തിന്റെ മകളായിരുന്നു. മുസ്ലിം റളിയല്ലാഹു പറയുന്നു, എന്റെ ഉദ്ദേശമാണ് ഈ സ്ഥലത്തിന്റെ രേഖ പ്രത്യേകമായി തയ്യാറാക്കുക, ബയ്യത്തിന്റെ സ്ഥലം ഒരു പ്രത്യേക സ്ഥലമായി ഗണിക്കുക, അതിനെ അടയാളപ്പെടുത്തുകയും ചെയ്യുക. ഈ അവസരത്തിൽ അവിടെ ജലസകൾ സംഘടിപ്പിക്കുക. ഇതാണ് എന്റെ ഉദ്ദേശം. 40 ആളുകളിൽ നിന്ന് ഈ സ്ഥലത്ത് വെച്ച് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം ബയ്യത്ത് വാങ്ങി. അവരുടെ പേരും അവിടെ രേഖപ്പെടുത്തുക. ലുധിയാനയിലെ ആ ഭവനം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് ജമാഅത്തിന് സ്വന്തമാണ്. ജമാഅത്ത് ഇതുവരെ എന്തെല്ലാമാണ് ചെയ്തത് എന്ന റെക്കോർഡ് ഇപ്പോൾ എന്റെ കൈവശമില്ല. റെക്കോർഡ് പിന്നീട് മനസ്സിലാകുന്നതാണ്. എന്തായാലും ഈ ഓർമ്മകളെ അവസ്മരണീയമാക്കുന്നതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ലുധിയാന, മുസ്ലിം മൗദിന്റെ പ്രവചനം എന്നിവയെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗദ് ഒരു സ്ഥലത്ത് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു സ്വപ്നം കണ്ടു.
അവിടുത്തെ സമക്ഷം സ്വർഗത്തിലെ ഒരു മുന്തിരിക്കുല കൊണ്ടുവരുന്നു. എന്നിട്ട് അവിടത്തേക്ക് പറയപ്പെട്ടു, ഇത് അബൂജഹലിന് വേണ്ടിയുള്ളതാണ്. ഇതിന്റെ വ്യാഖ്യാനം അയാളുടെ മകൻ ഇക്രിമാക്ക് സ്വർഗം ലഭിക്കുന്നതാണ് എന്നതായിരുന്നു. അങ്ങനെ തന്നെ അതിനുശേഷം സംഭവിച്ചു. അദ്ദേഹം സംഭവം വിവരിക്കുന്നു. അള്ളാഹു അബൂജഹലിന്റെ മകന് ദീനിന് വേണ്ടി മഹത്തായ സേവനമനുഷ്ഠിക്കുവാനുള്ള തൗഫീക്ക് നൽകി. അള്ളാഹു അനുഗ്രഹിച്ചു. ഒരു യുദ്ധാവസരത്തിൽ മുസ്ലിങ്ങൾക്ക് ശക്തമായ ആക്രമണത്തെ നേരിടേണ്ടതായി വന്നു. ശത്രുക്കളുടെ അമ്പെയ്ത്തുകാർ മുസ്ലിങ്ങളുടെ കണ്ണുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അമ്പുകൾ തൊടുത്തുവിട്ടു. സഹാബിവര്യന്മാർ ഓരോന്നോരോന്നായി ഷഹീദാക്കിക്കൊണ്ടിരുന്നു. ഇക്രിമ പറഞ്ഞു, എനിക്കിത് കാണാൻ സാധിക്കുകയില്ല. ഇത് അബൂജഹലിന്റെ മകനായിരുന്നു. തന്റെ സൈനാധിപനോടായി പറഞ്ഞു, എനിക്ക് ഇവർക്കെതിരിൽ പോരാടാൻ അനുവാദം നൽകിയാലും. അങ്ങനെ 60 ദീതന്മാരെയും കൂട്ടി ശത്രു സൈന്യത്തിന്റെ ഹൃദയഭാഗത്തേക്ക് പോയി അവിടെ കേന്ദ്രത്തിൽ ആക്രമണം അഴിച്ചുവിട്ടു. ഈ ശക്തമായ ആക്രമണത്താൽ ശത്രുക്കളുടെ കമാൻഡറിന് പോലും ഓടി ഒളിക്കേണ്ടതായി വന്നു. അങ്ങനെ ശത്രു സൈന്യത്തിൽ അങ്കലാപ്പുണ്ടായി. പിന്നീട് അതിൽ പങ്കെടുത്ത മുസ്ലിം ധീരന്മാരും ഒന്നെങ്കിൽ ഷഹീദാക്കപ്പെടുകയോ അല്ലെങ്കിൽ അതികഠിനമായ മുറിവുകൾക്കിരയാകുകയോ ചെയ്യുന്നതായാണ് പിന്നീട് മുസ്ലിം സൈന്യം കണ്ടത്. അതിലത്ത് ഇക്രിമ റളിയല്ലാഹു അൻഹുവിനും ആഴത്തിൽ മുറിവ് സംഭവിച്ചു. ഒരു ഉദ്യോഗസ്ഥൻ വെള്ളവുമായി മുറിവ് സംഭവിച്ചവരുടെ പക്കൽ വന്നു. അദ്ദേഹം ആദ്യം ഇക്രിമയ്ക്ക് വെള്ളം നൽകാൻ ആഗ്രഹിച്ചു. എന്നാൽ അദ്ദേഹം കണ്ടത് ഹദ്റത്ത് സുഹൈൽ ബിൻ ഉമർ വെള്ളത്തിനായി നോക്കുന്നു. അദ്ദേഹം ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, ആദ്യം സുഹൈലിന് വെള്ളം നൽകുക, അതിനുശേഷം ഞാൻ കുടിക്കാം. എന്റെ സഹോദരൻ ദാഹപരവേശത്തിനായി എന്റെ സമീപത്ത് കിടക്കുകയും ഞാൻ ആ വെള്ളം കുടിക്കുകയും ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം സുഹൈലിന്റെ പക്കൽ വെള്ളവുമായി എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ സമീപത്ത് ഹാരിസ് ബിൻ ഹിഷാം മുറിവറ്റി കിടക്കുന്നതായി കണ്ടു. സുഹൈൽ പറഞ്ഞു, ആദ്യം ഹാരിസിന് വെള്ളം കൊടുക്കുക. അദ്ദേഹം ഹാരിസിന്റെ പക്കൽ എത്തിയപ്പോൾ ഹാരിസ് വഫാത്തായി കഴിഞ്ഞിരുന്നു. പിന്നീട് തിരിച്ച് സുഹൈലിന്റെ പക്കൽ വന്നപ്പോൾ അദ്ദേഹം വഫാത്തായിരുന്നു. അവസാനം ഇക്രിമയുടെ സമീപത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ റൂഹും ഉയർത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഈ ഇക്രിമ അബൂജഹലിന്റെ മകനായിരുന്നു. ഏതെങ്കിലും വ്യക്തി അധർമ്മിയാണെങ്കിൽ, നാസ്തികനാണെങ്കിൽ, കള്ളനാണെങ്കിൽ അയാളുടെ മകനും അങ്ങനെയായി തീരുമെന്ന് പറയാൻ ആർക്കാണ് സാധിക്കുക? എന്നാൽ അള്ളാഹുവിന്റെ വചനത്തിൽ ഇത്തരത്തിലുള്ള സൂചനകളുണ്ട്. ഇല്ലാത്തത് വിശ്വസിക്കാൻ പോലും അതിന് യോഗ്യത ഉണ്ടായിരിക്കില്ല. പരമാർത്ഥമായ കാര്യം അള്ളാഹുവിന്റെ വചനങ്ങൾ എങ്ങനെ പുലരുന്നു എന്നതാണ്. വെളിപാടുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടു. അവിടുന്ന് വളരെ ആശയക്കുഴപ്പത്തിലായി. ഇതെങ്ങനെയാണ് സംഭവിക്കുക? അബൂജഹൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ഞാൻ അയാൾക്ക് മുന്തിരിയുടെ കുല നൽകുകയും ചെയ്യുക, എന്നാൽ അതിന്റെ അർത്ഥം അയാളുടെ മകൻ വിശ്വസിക്കുകയും ഇസ്ലാമിന് വേണ്ടി അത്ഭുതപൂർണമായ ത്യാഗം വരിക്കുകയുമാണ് ചെയ്തത്. ഇതായിരുന്നു അതിന്റെ വ്യാഖ്യാനം. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു പറയുന്നു, ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ മുസ്ലിം മൗദിനെ സംബന്ധിച്ചുള്ള പ്രവചനത്തിൽ മറ്റ് പ്രവചനങ്ങളെപ്പോലെ തന്നെ ഒരുപാട് സൂചനകളുണ്ടായിരുന്നു. ഖാദിയാനിലെ ജനം പോലും ആ മഹാത്മാവിനെ തിരിച്ചറിയാത്ത കാലത്തായിരുന്നു ഈ പ്രവചനം ചെയ്തത്. ഖാദിയാനിലെ വളരെ പ്രായം കൂടിയ ആളുകളും പറയാറുണ്ടായിരുന്നു, ഞങ്ങൾ അദ്ദേഹത്തെ അറിയില്ലായിരുന്നു. ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് ഗുലാം മുർത്തസ സാഹിബിന് മിർസ ഗുലാം ഖാദർ എന്നു പേരുള്ള ഒരേ ഒരു മകൻ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ്. ഇത്തരത്തിൽ സ്വയം ആരാലും അറിയപ്പെടാത്ത ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഗ്രാമവാസികൾ പോലും അദ്ദേഹത്തെ അറിഞ്ഞിരുന്നില്ല, ഒരു പ്രവചനം നടത്തുന്നു. അള്ളാഹു അദ്ദേഹത്തിന് സന്താനങ്ങൾ നൽകുന്നതാണ്. ജീവിച്ചിരിക്കുകയും അവരിൽ ഒരു മകൻ ലോകത്തിന്റെ കോണുകളോളം പ്രശസ്തി നേടുന്നതാണ്. അവൻ വഴി ഇസ്ലാമിന്റെ തബ്ലീഗ് ലോകത്തിന്റെ കോണുകളോളം എത്തിച്ചേരുന്നതാണ്. ആർക്കാണ് ഇത്തരത്തിൽ ഒരു കാര്യം പ്രവചിക്കാൻ സാധിക്കുക? പിന്നീട് അദ്ദേഹം പറഞ്ഞു, ആ മകൻ 3 4 ഇതിന്റെ ഒരു വ്യാഖ്യാനപ്രകാരമാണ്. ഈ പ്രവചനം മുഖേന ഇതിന്റെ 4-ാം വർഷം അവൻ ജനിക്കുന്നതാണ്. അങ്ങനെ ആ മഹാത്മാവ് ഈ പ്രവചനം 1886 പ്രസിദ്ധീകരിച്ചു. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ജനനം 12 ജനുവരി 1889 ജനിച്ചത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം 23 മാർച്ച് 1889 ലുധിയാനയിൽ വെച്ച് ആദ്യ ബയ്യത്ത് സ്വീകരിച്ചു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാമിന്റെ ഈ പ്രവചനം നമ്മുടെ ജമാഅത്തിലും അതുപോലെ പുറത്തും വളരെയധികം ചർച്ചപ്പെടുന്നു. സാധാരണമായി ഉന്നയിക്കപ്പെടുന്ന ചോദ്യം ഇതാണ്, ആ മകൻ ആരാണ്? ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ
പ്രവചനത്തിൽ ആ കുട്ടിയുടെ പേര് മഹമ്മൂദ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനാൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം യാതൊരു പ്രേരണയും കൂടാതെ എന്റെ പേര് മഹമ്മൂദ് എന്ന് വെച്ചു. കുട്ടിയുടെ പേര് ബഷീർ രണ്ടാമനെന്നും ഉണ്ടായിരുന്നു. അതിനാൽ എന്റെ മുഴുവൻ പേര് ബഷീറുദ്ദീൻ മഹമ്മൂദ് അഹമ്മദ് എന്ന് വെച്ചു. സന്താനങ്ങൾ ഉണ്ടാവുകയും ജീവിച്ചിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ അതും പിന്നീട് പൂർത്തിയായി. ഒരു മകന് മഹമ്മൂദ് എന്ന് നാമകരണം ചെയ്യുന്നതിനുള്ള തൗഫീഖും ആ മഹാത്മാവിന് ലഭിച്ചു. എന്നാൽ ഈ പ്രവചനം ഏത് മകനെ സംബന്ധിച്ചുള്ളതായിരുന്നു എന്ന കാര്യത്തിനായി ലോകം കാത്തിരിക്കുന്നു. അതിനാൽ ഇത് പറയുന്നതിനായാണ് ഞാൻ ഈ ലുധിയാനയിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം അപ്പോൾ ലുധിയാനയിൽ പോയിരുന്നു. ജമാഅത്ത് അഹമ്മദിയാക്ക് ലുധിയാനയുമായി പലവിധ ബന്ധങ്ങളാണുള്ളത്. ലുധിയാനയിലെ ചരിത്രം അഹമ്മദിയ ജമാഅത്തുമായി പലതരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. പറയുന്നു, ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം ആദ്യ ബയ്യത്ത് ഈ പട്ടണത്തിൽ വെച്ചാണ് വാങ്ങിയത്. ഇത് ഒന്നാമത്തെ ബന്ധമാണ്. ആ മഹാത്മാവിന് ശേഷം ഹസ്രത്ത് ഹക്കീം നൂറുദ്ദീൻ സാഹിബ് ആ മഹാത്മാവിന്റെ ആദ്യ ഖലീഫയായി. അദ്ദേഹത്തിന്റെ വിവാഹം പരേതനായ മുൻഷി അഹമ്മദ് ഖാൻ സാഹിബിന്റെ മകളുമായി നടന്നു. ആയി ബന്ധമുണ്ട്. അവനും ലുധിയാനയിൽ താമസിച്ചിരുന്ന ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയിലാണ് ജനിച്ചത്. ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു പറയുന്നു, ഞാൻ ഓർക്കുന്നു, ബാല്യത്തിൽ കുറച്ചുകാലം ഞാൻ ഇവിടെ താമസിച്ചിരുന്നു. ഞാൻ അപ്പോൾ അത്ര ചെറുതായതിനാൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഓർമ്മിക്കാൻ സാധിക്കാത്ത വിധം ഞാൻ ചെറുപ്പമായിരുന്നെങ്കിലും ചില കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് അപ്പോൾ 2-2.5 വയസ്സായിരുന്നു പ്രായം. അദ്ദേഹത്തിന് ആ പ്രായത്തിലും ഓർമ്മാശക്തി ഉണ്ടായിരുന്നു. സാധാരണ നിലയിൽ ആ പ്രായത്തിൽ ഓർമ്മ ഉറച്ചിരിക്കാറില്ല. പറയുന്നു, എനിക്കൊരു സംഭവം ഓർമ്മയുണ്ട്. അത് ഞങ്ങൾ ഏതൊരു കെട്ടിടത്തിലാണ് താമസിച്ചിരുന്നത്. അത് ഒരു വഴിയുടെ അറ്റത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. അവിടെ ചൊവ്വായ വഴിയുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഒരു ചെറിയ കുട്ടി ഒരു വശത്ത് കൂടി വരികയാണ്. എന്റെ അടുത്ത് ഒരു ചത്ത ഒരു പല്ലിയെ വലിച്ചെറിഞ്ഞു. ഞാൻ വളരെയധികം ഭയപ്പെട്ടു. കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി. അപ്പോഴുള്ള അങ്ങാടിയുടെ രൂപം ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് നേരെയുള്ള അങ്ങാടിയായിരുന്നു. അത് ഏതാണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. ഞങ്ങളുടെ വീട് വയലിനടുത്തായിരുന്നു. ബാല്യത്തിലെ ഒരുപാട് മാസങ്ങൾ ഞങ്ങൾ ഇവിടെ കഴിച്ചുകൂട്ടി. ഈ പട്ടണത്തിന് അഹമ്മദിയത്തുമായി പലവിധ ബന്ധങ്ങളാണുള്ളത്. അതത് മുസ്ലിം റളിയല്ലാഹു പറയുന്നു, മുമ്പ് പറഞ്ഞതുപോലെ പട്ടണത്തിൽ പലവിധ പ്രത്യേകതകളുണ്ട്. പറഞ്ഞു, അള്ളാഹുവിൽ നിന്ന് ഒരേ ഒരു കാര്യത്തെ സംബന്ധിച്ച് വിളംബരം ചെയ്യപ്പെടുമ്പോൾ അതിനെ എതിരായി ജനങ്ങൾ തീർച്ചയായും എതിർ പ്രകടിപ്പിക്കുന്നതാണ്. മുസ്ലിം റളിയല്ലാഹുവിനെ സംബന്ധിച്ചുള്ള പ്രവചനം വിളംബരം ചെയ്തു. ലുധിയാനയ്ക്ക് മുമ്പായി ഹോഷിയാർപൂരിലും ഗുരുദാസ്പൂരിലും സമ്മേളനങ്ങൾ നടന്നു. എന്നാൽ എതിർപ്പുണ്ടായില്ല. പറയുന്നു, ഈ വിളംബരത്തിന് ശേഷം, അതായത് എനിക്ക് പ്രവചനം പൂർത്തിയായിരിക്കുന്നു, എതിർപ്പുണ്ടായില്ല. എന്തുകൊണ്ടാണ് ആരും എതിർപ്പ് പ്രകടിപ്പിക്കാത്തത് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ലുധിയാനിലെത്തിയപ്പോൾ അവിടെ വന്ന് പറയുന്നു, ഞാൻ പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോൾ ജനങ്ങളുടെ സമൂഹം നഔദുബില്ല മിർസ മരിച്ചുപോയി എന്ന മുദ്രാവാക്യങ്ങൾ മുഴുകിക്കൊണ്ടുപോകുന്നത് കണ്ടു. നമുക്കിത് മൂലം യാതൊരു വ്യത്യാസവും ഉണ്ടാവുന്നതല്ല. ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അധ്യാപനങ്ങൾ വിസ്മരിച്ച കാരണത്താലാണ് ഇപ്രകാരം പരിഹസിക്കുന്നത്. എന്നാൽ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ പ്രവചനം പ്രക്ഷോഭിതമായ നിലയിൽ പുലർന്നിരിക്കുന്നു. പിന്നീട് ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു ഈ ദുആയും ചെയ്തു, അല്ലാഹു ലുധിയാനയിലെ ജനങ്ങൾക്ക് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എന്ന് എതിർപ്പിന്റെ മുദ്രാവാക്യം മുഴക്കുന്നുവെങ്കിൽ നാളെ സത്യതയോടെ മുദ്രാവാക്യം മുഴക്കുവാനുള്ള തൗഫീഖ് ഇവർക്ക് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഒരു സഹാബി, അതായത് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഒരു സഹാബിയുടെ മമതയും ബന്ധത്തെയും സൂചിപ്പിക്കുന്ന ഒരു സംഭവം അദ്ദേഹം പറയുന്നു. മിയ അബ്ദുള്ള സാഹിബ് സനോരി റളിയല്ലാഹു ഇത്തരത്തിൽ സ്നേഹം കാത്തു സൂക്ഷിച്ചിരുന്നു. ഒരിക്കൽ കാദിയാനിൽ അദ്ദേഹം വന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാമായി കൂടിക്കാഴ്ച നടത്തി. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം ഏതോ ഒരു ജോലി അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു. ഇങ്ങനെ ഹസ്രത്ത് അബ്ദുള്ള സാഹിബ് സനോരിയും അവധികാലം അവസാനിച്ചു. അദ്ദേഹം തിരിച്ചു പോകുന്നതിനായി അനുവാദം ചോദിച്ചപ്പോൾ ഹുസൂർ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ തങ്ങുക. അങ്ങനെ അദ്ദേഹം കൂടുതൽ അവധിക്കായി അപേക്ഷിച്ചു. എന്നാൽ മുകളിൽ നിന്ന് ഉത്തരം കിട്ടിയത് ഇനി അവധി ലഭിക്കുന്നതല്ല എന്നാണ്. ഈ കാര്യത്തെക്കുറിച്ച് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ അറിയിച്ചു. അപ്പോഴും ആ മഹാത്മാ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ തങ്ങുക. അങ്ങനെ അദ്ദേഹം എഴുതി, ഇപ്പോൾ എനിക്ക് തിരിച്ചു വരാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു.
4 or 6 മാസക്കാലം ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറഞ്ഞ കാലം അത്രയും അവിടെ തങ്ങി പിന്നീട് തിരിച്ചു ചെന്നപ്പോൾ ഏതൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ പിരിച്ചുവിട്ടത്, അയാൾക്ക് ഇതിനുള്ള അവകാശം തന്നെ ഇല്ല എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ടവർ അദ്ദേഹത്തെ പഴയ സ്ഥാനത്തേക്ക് നിയോഗിച്ചു. കാദിയാനിൽ താമസിച്ച കാലം അത്രയുമുള്ള ശമ്പളവും അദ്ദേഹത്തിന് പിന്നീട് നൽകി. ഇതിന് സമമായ മറ്റൊരു സംഭവം അദ്ദേഹം നൽകുന്നു. മുൻഷി സഫർ അഹമ്മദ് സാഹിബ് കബൂർത്തലവിയുടെ ഒരു സംഭവമാണ്. മുസ്ലിം മൗദ് റളിയല്ലാഹു പറയുന്നു, ഞാൻ ഡൽഹൌസിയിലേക്ക് യാത്രയായിരുന്നു. ഇന്നലെ വക്കീൽ മിയാൻ സാഹിബ് ആണ് ഇത് കേൾപ്പിച്ചത്. ഈ സംഭവം അൽഹക്കത്തിൽ 1934 പ്രസിദ്ധീകരിച്ചതാണ്. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു പറയുന്നു, അതിനാൽ ഞാൻ മുൻഷി സാഹിബിന്റെ സ്വന്തം വാക്കുകൾ അത് വിവരിക്കുന്നതാണ്. പറയുന്നു, ഞാൻ കോടതിയിൽ ജോലി ചെയ്ത് തങ്ങിയിരുന്ന സന്ദർഭം ഒരിക്കൽ ജോലി തൽക്കാലം മാറ്റിവെച്ച് കാദിയാനിലേക്ക് പുറപ്പെട്ടു. 3-ാം ദിവസം മടക്കത്തിനായി അനുവാദം തേടി. എന്നാൽ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം അവിടെ തങ്ങാൻ പറഞ്ഞു. പിന്നെ ചോദിക്കുന്നത് ഉചിതമല്ലെന്ന് കരുതി, അവിടുന്ന് തന്നെ പറയുമായിരിക്കുമെന്ന് കരുതി. അതിലൊരു മാസം കഴിഞ്ഞു. എല്ലാം തന്നെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് തിരിച്ചു വന്നത്. ജോലിയിൽ വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടു. സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടുള്ള കത്തുകൾ വരാൻ തുടങ്ങി. എന്നാൽ ഇവിടെ അതിനെക്കുറിച്ച് യാതൊരു വ്യാകുലതയും ഉണ്ടായിരുന്നില്ല. പറയുന്നു, ഞാൻ എല്ലാം മറന്നുപോയി. കത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഉസൂറിന്റെ സമീപത്ത് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേകമായ അനുഗ്രഹവും സംതൃപ്തിയും കരസ്ഥമായിരുന്നു. അത് കാരണം ജോലി നഷ്ടപ്പെടുമെന്ന ഭയമോ മറ്റു പല സ്ഥാനത്തെക്കുറിച്ചുള്ള വ്യാകുലതയോ ഉണ്ടായിരുന്നില്ല. അവസാനം വളരെയധികം താക്കീതോടുകൂടിയുള്ള ഒരു കത്ത് അവിടുന്ന് വന്നു. പറയുന്നു, ഞാൻ അകത്ത് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സമക്ഷം ആ കത്ത് സമർപ്പിച്ചു. അവിടുന്ന് അത് വായിച്ചു. എന്നിട്ട് പറഞ്ഞു, എഴുതുക, ഞാൻ വരുന്നതല്ല, എനിക്ക് വരാൻ സാധിക്കുന്നതല്ല. ഞാൻ അതേ വാക്കുകൾ എഴുതി. അതിൽ ഒരു മാസം കഴിഞ്ഞു. ഒരു ദിവസം അവിടുന്ന് ചോദിച്ചു, എത്ര ദിവസം കഴിഞ്ഞു? ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം സ്വയം എണ്ണാൻ തുടങ്ങി. പറയുന്നു, നല്ല കാര്യം, താങ്കൾ പോയി വരിക. ഞാൻ തിരിച്ചു ചെന്നു. കപൂർത്തലയിലെത്തി. ലാല ഹരിചന്ദ് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോയി. മജിസ്ട്രേറ്റിന്റെ കോടതിയിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. തീരുമാനം എന്തായിരിക്കും എന്നറിയാനായിരുന്നു ഉദ്ദേശം. ജോലിയിൽ നിന്ന് പുറത്താക്കിയോ തുടരുമോ അല്ലെങ്കിൽ പിഴയടക്കണമോ എന്നതായിരുന്നു. എന്താണെന്നറിയാനായി അദ്ദേഹം പോയി. അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുൻഷിജി, താങ്കളെ മിർസ സാഹിബ് ആണ് അയക്കാതിരുന്നത്. മജിസ്ട്രേറ്റ് പറഞ്ഞ കാര്യം ഇതാണ്. ഞാൻ പറഞ്ഞു, അതെ. മജിസ്ട്രേറ്റ് സാഹിബ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ, അതായത് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കൽപ്പനയ്ക്കാണ് പ്രഥമ സ്ഥാനം. മുസ്ലിം അത് പറയുന്നു, മിയ അത്താഉല്ലാ സാഹിബിന്റെ നിവേദനം വളരെ ദൈർഘ്യമുള്ളതിനാൽ മുൻഷി സാഹിബ് മർഹൂം പറഞ്ഞു, ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഞാൻ പറഞ്ഞതുപോലെ അതേ വാക്കുകൾ ഞാൻ എഴുതി മജിസ്ട്രേറ്റിനെ അയച്ചു. ഹസ്രത്ത് മുസ്ലിം അത് റളിയല്ലാഹു പറയുന്നു, ഇതൊരു സംഘമായിരുന്നു. പ്രേമത്തിന്റെ ഉന്നതമായ നിലവാരമാണ് അവർ വെളിപ്പെടുത്തിയിരുന്നത്. നമ്മുടെ കണ്ണുകൾ മുൻകഴിഞ്ഞ സമുദായത്തിനു മുമ്പിൽ താഴ്ന്നു പോകുകയില്ല. ഇക്കാരണത്താൽ നമ്മുടെ ജമാഅത്തിലെ സഹോദരങ്ങൾ എത്ര വലിയ ബലഹീനത ഉണ്ടായാലും ശരി, എത്ര അശ്രദ്ധയുണ്ടായാലും ശരി, ഹസ്രത്ത് മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹാബി തന്റെ മാതൃക പ്രദർശിപ്പിക്കുന്ന പക്ഷം നമുക്കും അവരുടെ മുമ്പിൽ ഈ മാതൃക സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഹസ്രത്ത് ഈസായുടെ സഹാബി ഖിയാമത്ത് നാളിൽ തന്റെ ഉന്നത പ്രവർത്തനങ്ങൾ സമർപ്പിക്കുമ്പോൾ നാം അഭിമാനത്തോടുകൂടി അവരുടെ മുമ്പിൽ നമ്മുടെ സഹാബത്തിന്റെ മാതൃക കാണിച്ചു കൊടുക്കുന്നതാണ്. നമ്മുടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെയും മഹദിയുടെയും ഉമ്മത്തിനുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ആളുകൾ കാരണത്താലാണ് അവിടുന്ന് ഇപ്രകാരം പറഞ്ഞത്. ഈ സമൂഹം ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, മറ്റ് അസ്ഹാബ് റിസ്വാനുല്ലാഹി അലൈഹിമിനെ പോലെ എല്ലാവിധ ത്യാഗങ്ങളും ചെയ്തിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തെ എല്ലാവിധ പ്രയാസങ്ങളും സഹിക്കാൻ അവർ തയ്യാറായിരുന്നു. ഹസ്രത്ത് ഖലീഫ അവ്വൽ റളിയല്ലാഹു അൻഹുവിനെ നോക്കുക. അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു സ്ഥാനം ജമാഅത്തിൽ അള്ളാഹു നൽകിയിരുന്നു. അതിനാൽ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ത്യാഗത്തിന്റെ നിലവാരം അത്ഭുതാവഹമാണ്. അദ്ദേഹം കാദിയാനിൽ വന്നപ്പോൾ ആ സമയത്ത് ഭേരയിൽ അദ്ദേഹത്തിന്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വരുമാനം ഉയർന്നിരുന്നു. ജോലി വിപുലമായ രീതിയിൽ നടന്നുകൊണ്ടിരുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട് മടക്കത്തിനായി അനുവാദം ആരാഞ്ഞപ്പോൾ ആ മഹാത്മാവ് പറഞ്ഞു, എവിടെ പോകാനാണ്, ഇവിടെ തന്നെ താമസിക്കുക. പിന്നീട് ഹസ്രത്ത് ഖലീഫ അവൽ സാധനങ്ങൾ എടുക്കാൻ സ്വയം പോകാതെ മറ്റൊരു വ്യക്തിയെ അയച്ച് ഭേരിയിൽ നിന്ന് തന്റെ സാധനങ്ങൾ കൊണ്ടുവന്നു. ഇതൊരു ത്യാഗമാണ്.
അഹമ്മദിയ ജമാഅത്തിന് അള്ളാഹുവിന്റെ സമക്ഷം പ്രത്യേകപ്പെടുത്തുന്നതാണ്. ഈ സ്ഥാനമാണ് ഓരോ വ്യക്തിയും കരസ്ഥമാക്കുന്നതിന് വേണ്ടി കഠിന പരിശ്രമം നടത്തേണ്ടത്. വെറും തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ, വെറും ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസം മനുഷ്യന് യാതൊരു പ്രയോജനം നൽകുന്നതല്ല. മനുഷ്യന് ഉപകാരപ്രദമാകുന്ന ഈമാൻ എന്നത് അതിൽ സ്നേഹത്തിന്റെയും അനുരക്തിയുടെയും മാധുര്യമുണ്ടായിരിക്കേണ്ടതാണ്. ഫിലോസഫറിന്റെ വിശ്വാസത്തിൽ നിന്ന് ഒരു തെളിവിന് പകരം മറ്റൊരു തെളിവിന് മുൻതൂക്കം ലഭിക്കുക മാത്രമാണ് ചെയ്യുക. കാരണം അയാൾ സത്യത്തെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ടല്ല ദർശിച്ചത്, മറിച്ച് ബുദ്ധിയുടെ നേത്രങ്ങളാലാണ് തിരിച്ചറിഞ്ഞത്. ആരാണ് ബുദ്ധിയുടെ കണ്ണുകളിലൂടെ അല്ലാതെ ഹൃദയനേത്രങ്ങളിലൂടെ അള്ളാഹുവിൽ നിന്ന് വന്ന വ്യക്തിയെയും അള്ളാഹുവിന്റെ അടയാളങ്ങളെയും തിരിച്ചറിഞ്ഞത്, അയാളെ ആർക്കും വഞ്ചിക്കാൻ സാധിക്കുന്നതല്ല. അതിനാൽ ബുദ്ധിയിലേക്ക് തത്വങ്ങളുടെ കരം ഉയരുന്നതോടൊപ്പം ഹൃദയത്തിലേക്ക് സ്നേഹത്തിന്റെ കരങ്ങളും ഉയരേണ്ടതാണ്. അള്ളാഹു നമുക്ക് ഹൃദയനേത്രങ്ങളിലൂടെ കാലത്തിന്റെ ഇമാമിനെ തിരിച്ചറിയാനും അതിൽ ഉറച്ചു നിൽക്കുവാനുമുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. എപ്പോഴും നാം അള്ളാഹുവിന്റെ അടയാളങ്ങളെ തിരിച്ചറിയുന്നവരായി മാറട്ടെ. ഒരിക്കലും ശൈത്താൻ നമ്മെ വഞ്ചിക്കാതിരിക്കട്ടെ. നമസ്കാരത്തിന് ശേഷം ഒരു ജനാസ ഗായിബ് ഞാൻ നമസ്കരിക്കുന്നതാണ്. നമ്മുടെ സഹോദരൻ ദർവേഷ് സാഹിബിന്റേതാണ്. അത് ബഹുമാന മൗലവി ഖുർഷീദ് സാഹിബ് പ്രഭാകർ മുഹമ്മദ് നവാബുദ്ദീൻ സാഹിബിന്റെ മകനാണ്. 28 ജൂലൈ 2015 94 വയസ്സിൽ അദ്ദേഹത്തിന് വഫാത്ത് സംഭവിച്ചു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ലായ്പൂരിലെ ഇപ്പോൾ ഫൈസലാബാദ് എന്നറിയപ്പെടുന്നത് അവിടെ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. ജന്മന അഹമ്മദിയായിരുന്നു. 1936 15-ാം വയസ്സിൽ ആദ്യമായി കാദിയാൻ സന്ദർശിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചു. മസ്ജിദ് മുബാറക്കിന്റെ മുകളിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ ഒരു ചോദ്യോത്തര സദസ്സിൽ പങ്കെടുത്തു. തിരിച്ചു പോകുന്നതിനുള്ള യാത്രാക്കൂലി തികയാത്ത കാരണത്താൽ കാദിയാനിൽ നിന്ന് അമൃത്സറിലേക്കും അവിടെ നിന്ന് ലാഹോറിലേക്കും ഏകദേശം 95 കിലോമീറ്റർ ദൂരം കാൽനടയായി സഞ്ചരിച്ചു. 19-ാം വയസ്സിലാണ് വസിയത്ത് പദ്ധതിയിൽ പങ്കാളിയായത്. 1937 ഹസ്രത്ത് ഖലീഫത്തുൽ സാനി റളിയല്ലാഹുവിന്റെ സമക്ഷം എഴുതി അറിയിച്ചു. തരീഖ ജദീദിന്റെ പദ്ധതി ഡിസംബർ 1936 അവസാനിച്ചു. ഞാൻ തദവസരത്തിൽ വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പോൾ എനിക്ക് വരുമാനമുണ്ട്. എന്നെയും പ്രത്യേകമായി തരീഖ ജദീദിൽ പങ്കെടുപ്പിക്കാൻ അനുവാദം നൽകണമെന്ന് പറഞ്ഞു. അതിൽ ഖലീഫത്തുൽ മസീഹ് സാനി അദ്ദേഹത്തെയും മറ്റു ജോലിയില്ലാത്ത വിദ്യാർത്ഥികളെയും ഇതിൽ പങ്കെടുപ്പിക്കുവാൻ അനുവാദം നൽകി. അതിനുശേഷം മൗലവി ഖുർഷീദ് അഹമ്മദ് സാഹിബ് പ്രഭാകർ സിന്ധിലും ജമാഅത്തിന്റെ ഭൂമിയിൽ ജോലി ചെയ്തു. 1947 ജീവിതം വഖഫ് ചെയ്ത് കാദിയാനിലെത്തി. ആ വർഷം ഇന്ത്യൻ വിഭജനമുണ്ടായി. അക്കാരണത്താൽ ദർവേശി ജീവിതത്തിന് അർഹനായി. ദർവേശി കാലഘട്ടം സഹനത്തോടും ക്ഷമയോടും നന്ദിയോടും ആത്മാർത്ഥതയോടും കഴിച്ചുകൂട്ടി. ഗ്രാമീണ മുബല്ലിഗായിക്കൊണ്ട് ഭാരതത്തിലെ യുപിയിൽ താമസിച്ച് തബ്ലീഗ് പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നിർവഹിച്ചു. തബ്ലീഗ് മൈതാനത്ത് നിന്ന് തിരിച്ചു വന്ന ശേഷം തലീം ഇസ്ലാം സ്കൂൾ, മദ്രസ അഹമ്മദിയ കാദിയാൻ എന്നിവയിൽ അധ്യാപകനായി സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. നിസാറത്ത് ദഅവത്തെ തബ്ലീഗിന്റെ കീഴിൽ 3 വർഷം ഹിന്ദി വിദ്യാഭ്യാസം കരസ്ഥമാക്കി. രത്നൻ ഭൂഷൺ പ്രഭാകർ എന്ന 3 ഹിന്ദി ഡിഗ്രികൾ കരസ്ഥമാക്കി. വേദം, ബൈബിൾ, ഗീത, ഗുരു ഗ്രന്ഥ് സാഹിബിനെ എന്നിവയിൽ വളരെ നല്ല പരിജ്ഞാനമുണ്ടായിരുന്നു. ഹിന്ദുയിസം, സിഖിസം, ക്രിസ്ത്യാനിറ്റി എന്നിവയിൽ ഗവേഷണ പ്രബന്ധം തയ്യാറാക്കി. ഖുർആൻ ഹിന്ദിയിൽ തർജ്ജമ ചെയ്യാനുള്ള സൌഭാഗ്യവും ലഭിച്ചു. മദർവാരിക കാദിയാനിൽ ലേഖനങ്ങൾ രാജ്യ വിഭജനത്തിന് ശേഷം 1952 രണ്ടാമത് ഇത് പ്രസിദ്ധീകരിച്ചത്. അതുമുതൽ ലേഖനം എഴുതാൻ തുടങ്ങി. ഈ രീതി 2013 വരെ നീണ്ടുനിന്നു. 60 വർഷക്കാലം ഈ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു വരുന്നു. ഇതുകൂടാതെ ജമാഅത്തിന്റെ മറ്റ് പ്രസിദ്ധീകരണങ്ങൾ മിഷ്കാത്ത്, റായിമാൻ ഇതിലും സന്ദർഭോചിതമായി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു വരുന്നു. മറ്റ് രാജ്യാന്തര പത്രങ്ങളിലും അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹിന്ദു സമാചാർ പത്രം, ഇൻകലാബ്, കശ്മീരിലെ പത്രം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പറയാതിന് ഒരു പുസ്തകം സമകാലീന ഭരണവും അഹമ്മദി മുസ്ലിം 1963 നിസാറത്ത് ദഅവത്തെ തബ്ലീഗിന്റെ കീഴിൽ പ്രസിദ്ധീകരിച്ചു വളരെ പ്രശസ്തി പ്രാപിച്ചു. ആ ഗ്രന്ഥം അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും കവിതകളും ഉന്നത നിലവാരം പുലർത്തിയിരുന്നു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ള അദ്ദേഹത്തെ ഇക്കാര്യത്തിൽ പ്രശംസിച്ചിരുന്നു. ബാക്കി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് അത് ഹൃദയത്തിനുള്ളവയായിരുന്നു. ജ്ഞാനസമ്പൂർണമായ ലേഖനങ്ങളായിരുന്നു അവ. അദ്ദേഹം ഉന്നത സേവകനും ആരെയും ആശ്രയിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നില്ല. ജോലി സ്വയം ചെയ്തിരുന്നു. വൈജ്ഞാനിക പ്രവർത്തനങ്ങളോടൊപ്പം
കുട്ടികളുടെ ഉത്തരവാദിത്വവും കന്നുകാലികളുടെ പരിപാലനവും ഒപ്പം ചെയ്തിരുന്നു. മിച്ചമുള്ള തുക സുരക്കൂട്ടി സ്വന്തമായി താമസ സൌകര്യമുണ്ടാക്കി ജമാഅത്തിന്റെ കെട്ടിടം അഞ്ചുമന് തിരിച്ചു നൽകി. ഇത് ഉന്നതമായ അദ്ദേഹത്തിന്റെ മാതൃകയാണ്. ശക്തമായ രോഗാവസ്ഥയിലും ജമാഅത്തായി നമസ്കാരം മസ്ജിദിൽ പോയി അനുഷ്ഠിച്ചിരുന്നു. സ്വപ്നദർശനങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് ഖലീഫമാർ എഴുതി അറിയിച്ചിരുന്നു. വഫാത്തിന് ഒരു മാസം മുമ്പ് തന്റെ ഇളയ മകൻ ഇബ്രാഹിമിനോട് തന്റെ വഫാത്തിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. ഒരാഴ്ച മുമ്പ് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം 2 വിവാഹം കഴിച്ചിരുന്നു. ഒന്ന് മുഹത്തറമ ആലം ബീബി സാഹിബ് 1946 അവരുടെ വിവാഹം നടന്നു. ഇതിൽ ഒരു മകൻ മുനീർ അഹമ്മദ് പാകിസ്ഥാനിലാണ്. രണ്ടാമത്തെ വിവാഹം 1956 ആയിഷ ബേഗം സാഹിബ ബിന്ദ് അബ്ദുൾ റസാഖ് സാഹിബ് ഓഫ് ഹുബ്ലി കർണാടകയുമായി നടന്നു. അതിൽ അള്ളാഹു 5 ആൺമക്കളും 3 പെൺമക്കളും നൽകി അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ മക്കൾ കൃഷ്ണൻ അഹമ്മദ്, ഇബ്രാഹിം അഹമ്മദ് എന്നിവർക്കും മരുമകൻ ഷക്കീൽ അഹമ്മദ്, മുഹമ്മദ് അഹമ്മദ് സാഹിബ് എന്നിവർക്കും ജമാഅത്തി സേവനങ്ങൾ അനുഷ്ഠിക്കാനുള്ള തൗഫീഖ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു പരേതന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. സന്താനങ്ങൾക്കും മറ്റ് വരുതലമുറകൾക്കും ഖിലാഫത്തുമായും ജമാഅത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിന് എപ്പോഴും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.